പ്രൊഫസർ എം കുഞ്ഞാമൻ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുള്ള സർവകലാശാലയാണ് ഇവിടെ. അങ്ങനെ ആയിരക്കണക്കിന് ദളിത്, ആദിവാസി, വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് അടയാളപ്പെടുത്താൻ കഴിയാത്തിടുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അതിനെ പടവെട്ടി മുന്നോട്ട് വന്ന മനുഷ്യരുടെ മണ്ണാണിത്. അയ്യങ്കാളിയുടെ മണ്ണാണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഓരോ ചുറ്റുവട്ടത്തിലും നടന്നു നീങ്ങിയാൽ തിരുവനന്തപുരം ഈ നഗരഹൃദയത്തിൽ തന്നെ ഒരുപാട് മഹാന്മാരുടെ പ്രതിമകൾ കാണാം. ആ പ്രതിമകളൊക്കെ സ്ഥാപിച്ചത് ഏതെങ്കിലും പ്രതിമ പരിപാടിയുടെ ഭാഗമായി, എവിടെ ഒരുപാട് പ്രതിമകൾ ഉണ്ടാകണമെന്നുള്ള സർക്കാരിന്റെ കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടല്ല, മറിച്ച് അവർ അടയാളപ്പെടുത്തിയിരിക്കുന്നത് 1000 ജനതയുടെ ആത്മാവിഷ്കാരത്തിന്റെ പോരാട്ട മൂല്യങ്ങളാണ്. ആ പോരാട്ട മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സർവകലാശാല ഉൾപ്പെടെ ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സർവകലാശാലയിലൊക്കെ പഠിക്കുന്നത്, ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ അച്ഛനമ്മമാരും ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ മൂല്യബോധത്തിൽ നിന്നും അവരുടെ നികുതി പണത്തിൽ നിന്നും കെട്ടി ഉയർത്തിയതാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ 2500-ൽ കൂടുതൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. അവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിന് ആരുത്തരം പറയും? എന്താണ് ഇവരുടെ ഭാവി? ഇന്നലെ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ചാനൽ മുറിയിലിരുന്ന് ഒരു മാധ്യമ പ്രവർത്തക പറയുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ SFI എന്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ വിഷയം പറയുന്നില്ല? രാമായണം മുഴുവൻ വായിച്ചിട്ടും കേരളത്തിലെ ചില ന്യൂനപക്ഷ, പ്രത്യേകിച്ച് ഏറ്റവും ചെറിയ വിഭാഗം വരുന്ന മാധ്യമ പ്രവർത്തകർക്ക് എന്തേ രാമനും സീതയും തമ്മിലുള്ള ബന്ധം മനസ്സിലാകുന്നില്ല എന്ന ചോദ്യമാണ് SFIക്ക് ഇവിടെ വെക്കാനുള്ളത്. ഞങ്ങൾ ഒരു ശരമാരി പോലെ കേരളത്തിലെമ്പാടുമുള്ള സർവകലാശാലയിൽ ഇന്നും ഇന്നലെയും മെനഞ്ഞാന്നും അതിൻ്റെ തലേന്നും ഇങ്ങനെ ഓരോ ഘട്ടത്തിലും കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുകളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരങ്ങളൊക്കെയും ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, അവരുടെ വിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അത് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദയവ് ചെയ്ത് മാധ്യമങ്ങൾ അവരുടെ മാധ്യമ സിൻഡിക്കേറ്റിന്റെ ഭാഗമായി, അവരുടെ കോർപ്പറേറ്റ് ബാധ്യസ്ഥതയുടെ ഭാഗമായി, അവരുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങളുടെ ഭാഗമായി ഇങ്ങനെ പെരുമാറിപ്പോകരുതേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അത്രയേറെ വേദനയോടുകൂടിയാണ് ഇന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിക്കുന്ന, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ മനുഷ്യരും ഇതിനെ നോക്കിക്കാണുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി അടഞ്ഞുകിടക്കുകയാണ്. പരീക്ഷാ നടത്തിപ്പ്, റിസൾട്ട്, അവരുടെ സർട്ടിഫിക്കറ്റ്, അങ്ങനെ എല്ലാവിധ പ്രശ്നങ്ങളിലും ഇങ്ങനെ ദൂരവ്യാപകമായി അനീതി ഒരു അശരിവാദം പോലെ പെയ്തിറങ്ങുകയാണ്. ഇവിടെ സർവകലാശാല വീശി വരുന്നില്ല. വരാത്തതിന് എന്താ കാരണം പറയുന്നത്? ഇവിടെ എന്താ പ്രശ്നമുള്ളത്? ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ നിലപാട്, ആ നിലപാട് തിരുത്തി അദ്ദേഹം രാജിവെച്ച് പിന്മാറണം എന്നാണ്. അദ്ദേഹം സ്ഥിരം വീശിയല്ല, താൽക്കാലിക വീശിയാണ്. RSSന് വേണ്ടി വിടുപണി അവസാനിപ്പിക്കണമെന്നാണ്. അല്ലാതെ അദ്ദേഹത്തെ ഒരു ഘട്ടത്തിലും SFI അപായപ്പെടുത്തുമെന്നോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒരു ഘട്ടത്തിൽ പോലും ഒരു പ്രവർത്തകൻ പോലും പ്രസ്താവന നടത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയിൽ ഭരണസ്തംഭനം സൃഷ്ടിക്കുകയാണ്. ആ ഭരണസ്തംഭനം ചെയ്തേ മതിയാകൂ. അത് ഈ നാട്ടിലെ ജനകീയ പ്രശ്നമാണ്. ആ ജനകീയ പ്രശ്നത്തെ മുൻനിർത്തിയാണ് ഞങ്ങളുടെ സമരം. ആ സമരത്തെ എല്ലാ മനുഷ്യരും ഉൾക്കൊണ്ടതാണ്. തീർച്ചയായും മാധ്യമപ്രവർത്തകരോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ആ നിലയിൽ അതിനെ കാണണമെന്നുള്ളതാണ്. ഞങ്ങളുടെ വിഷയം RSS അടയാളങ്ങൾ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്നു, കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്നു. സർവകലാശാലകളുടെ അകത്തളത്തിൽ RSSന്റെ അടയാളങ്ങൾ ഉണ്ടാകുന്നു. ഇത് RSSന്റെ അടയാളങ്ങൾ കെട്ടിപ്പൊക്കേണ്ട സ്ഥലമല്ല. അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന 1000 മനുഷ്യ മനസ്സുകളെ, തലച്ചോറുകളെ സൃഷ്ടിക്കേണ്ട ഇടമാണ് എൻ്റെ തലക്ക് പുറകിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്ന മനുഷ്യരെയാണ്, അതിനു വേണ്ടിയാണ് ഇവിടുത്തെ സർവകലാശാലകൾ ഉള്ളത്. അതിനെതിരെയുള്ള പ്രവർത്തനം നടത്തുന്ന സംഘപരിവാർ താല്പര്യമുള്ളവരെ ജനകീയമായി എതിർക്കണം. അങ്ങനെ എതിർക്കുന്നില്ല എങ്കിൽ അത് ഈ രാജ്യത്തോടും അടുത്ത തലമുറയോടും നമ്മൾ ചെയ്യുന്ന തെറ്റായ നിലപാട്. RSSന് വേണ്ടി വിടുപണി അവസാനിപ്പിക്കണമെന്നാണ്. അല്ലാതെ അദ്ദേഹത്തെ ഒരു ഘട്ടത്തിലും SFI അപായപ്പെടുത്തുമെന്നോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒരു ഘട്ടത്തിൽ പോലും ഒരു പ്രവർത്തകൻ പോലും പ്രസ്താവന നടത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയിൽ ഭരണസ്തംഭനം സൃഷ്ടിക്കുകയാണ്. ആ ഭരണസ്തംഭനം ചെയ്തേ മതിയാകൂ. അത് ഈ നാട്ടിലെ ജനകീയ പ്രശ്നമാണ്. ആ ജനകീയ പ്രശ്നത്തെ മുൻനിർത്തിയാണ് ഞങ്ങളുടെ സമരം.
ആ സമരത്തെ എല്ലാ മനുഷ്യരും ഉൾക്കൊണ്ടതാണ്. തീർച്ചയായും മാധ്യമപ്രവർത്തകരോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ആ നിലയിൽ അതിനെ കാണണമെന്നുള്ളതാണ്. ഞങ്ങളുടെ വിഷയം RSS അടയാളങ്ങൾ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നു. സർവകലാശാലകളുടെ അകത്തളത്തിൽ RSSന്റെ അടയാളങ്ങൾ ഉണ്ടാകുന്നു. ഇത് RSSന്റെ അടയാളങ്ങൾ കെട്ടിപ്പൊക്കേണ്ട സ്ഥലമല്ല. അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന 1000 മനുഷ്യ മനസ്സുകളെ, തലച്ചോറുകളെ സൃഷ്ടിക്കേണ്ട ഇടമാണ് എൻ്റെ തലക്ക് പുറകിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്ന മനുഷ്യരെയാണ്, അതിനു വേണ്ടിയാണ് ഈ ഇവിടുത്തെ സർവകലാശാലകൾ ഉള്ളത്. അതിനെതിരെയുള്ള പ്രവർത്തനം നടത്തുന്ന സംഘപരിവാർ താല്പര്യമുള്ളവരെ ജനകീയമായി എതിർക്കണം. അങ്ങനെ എതിർക്കുന്നില്ല എങ്കിൽ അത് ഈ രാജ്യത്തോടും അടുത്ത തലമുറയോടും നമ്മൾ ചെയ്യുന്ന തെറ്റായ നിലപാടായി തീരും.